സേവനത്തെ പറ്റിയാണ് പറഞ്ഞത്. ഞാൻ 35 കൊല്ലമായി ഹോസ്പിറ്റൽ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സക്കാഫിയാണ്. ഇപ്പോൾ 5 ഹോസ്പിറ്റൽ എൻ്റെ അണ്ടറിലുണ്ട്. 320-ലധികം ഡോക്ടേഴ്സും അതിൻ്റെ കീഴിലായി പ്രവർത്തിക്കുന്നുണ്ട്. എനിക്ക് പല മേഖലകളിലും ഒരു 3500-4000 കുട്ടികൾ പഠിക്കുന്ന വലിയൊരു സ്കൂൾ ഞാൻ തൃശ്ശൂർ ജില്ലാ SSFന്റെ പ്രസിഡന്റായിരിക്കണ കാലത്ത് തുടങ്ങി വെച്ചതാണ്. ഞങ്ങൾ 4 ആൾ തമാശക്ക് തുടങ്ങിയതാ SSFന്റെ കുട്ടികൾ കൂടിയിട്ട്. അതിന്ന് വലിയ സംരംഭമായി. 40 ബസ്സുണ്ട്, 7-8 ഏക്കർ സ്ഥലമുണ്ട്, 4000-ഓളം വിദ്യാർത്ഥികൾ അവിടെ പഠിക്കുന്ന ഹയർ സെക്കൻഡറി വരെയുള്ള ഒരു സ്കൂൾ അവിടെ ഞങ്ങൾ 10 ആൾ ഷെയറായിട്ട് അന്ന് 1000 റുപ്യ വെച്ച് പിരിച്ചു തുടങ്ങിയത്. അന്നൊരു സെന്റിനോട് 1000 രൂപയാണ്, ഇന്നൊരു സെന്റിനോട് 8 ലക്ഷമാണ്. അപ്പോ ആയ കാലത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യണമെന്നുള്ള ആ തിരിച്ചറിവ് നമുക്ക് നന്നത് ശൈഖുന സുൽത്താനുൽ ഉലമ AP ഉസ്താദ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് ഒരുപാട് കാലം ഈ ഉമ്മത്തിന് തണലായി ഇസ്സത്തോടെ ഹിമ്മത്തോടെ റാഹത്തോടെ അല്ലാഹു തആല ഏറ്റി കൊടുക്കട്ടെ. ആമീൻ. ആ മഹാനാണ് ഇന്ന് കാണുന്ന സുന്നത്ത് ജമാഅത്തിന്റെ ഈ നവോത്ഥാനത്തിന്റെ യഥാർത്ഥ നവോത്ഥാന നായകൻ. നമ്മൾ പല നവോത്ഥാന നായകന്മാരെയും പരിചയപ്പെടുത്താറുണ്ട്. അവരൊക്കെ ഒരു വൺ സൈഡ് നവോത്ഥാനം ചെയ്തവരായിട്ടാണ് എനിക്ക് പലരെയും, പേര് ഞാൻ പറയുന്നില്ല, തോന്നിയിട്ടിരിക്കുന്നത്. AP ഉസ്താദിന്റെ നവോത്ഥാനം ഒരുപാട് മേഖലകളിൽ കിടക്കുകയാണ്. ഒന്നാമത്തെ മേഖല നമ്മൾ പണ്ഡിതന്മാരാണ്. ഒരു കാലത്ത് ഒന്നിനും കൊള്ളരുതാത്തവരാണ് മൗലിയാക്കന്മാര്. അവരൊന്നിനും കൊള്ളത്തില്ല. അവര് പള്ളിയിൽ ഇമാമത്ക്കാനും മദ്രസയിലെ കുട്ടികളെ പഠിപ്പിക്കാനും അല്ലാതെ അവരെ വേറൊന്നിനും കൊള്ളില്ല. മറ്റൊന്നിനും കൊള്ളുക അട്ടിപ്പാത്രത്തിന്റെ മുമ്പിലിരിക്കാനേ പറ്റൂ എന്ന അവജ്ഞതയോടെ നമ്മളെ തള്ളിക്കളഞ്ഞിരുന്നിടത്തേക്ക് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ബഹുമാന്യനായ ഹക്കീം അസ്ഹരി ഉസ്താദും കൂടി കർണാടകയില് ഒരു ഉറൂസിൽ പങ്കെടുത്തു. അദ്ദേഹം ഉദ്ഘാടകനും ഞാൻ മുഖ്യ പ്രഭാഷകനുമായിരുന്നു. അപ്പൊ അവിടുന്ന് അതിന്റെ മുമ്പേ ഞാനത് പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് എന്നെ ഇരുത്തിയിട്ട് പറഞ്ഞു, ഈ മുള്ളൂർക്കര സക്കാഫി ഉസ്താദിന്റെ നാട്ടിലാണ് ഒരു കുട്ടി, നമ്മുടെ മർക്കസ് എന്ന് പഠിച്ച ഒരു കുട്ടി 5.5 കോടി രൂപയുടെ സ്റ്റൈപ്പൻഡ് നേടിയിരിക്കുന്നത്. തുടർ വിദ്യാഭ്യാസത്തിന് 5.5 കോടി രൂപയുടെ സ്റ്റൈപ്പൻഡ് നേടിയിരിക്കുന്നത്. ഇന്ന് നമ്മുടെ മർക്കസ് എന്ന് പഠിച്ച 100 കണക്കിന് അഡ്വക്കറ്റ് സക്കാഫിമാരുണ്ട്, ഡോക്ടർ സക്കാഫിമാരുണ്ട്. കർണാടകയിൽ ഒരിക്കൽ ഞാൻ എരുമാട് വയതനി എന്നപ്പോ 2 സ്റ്റാറുള്ള പോലീസിൽ 2 സ്റ്റാറുള്ള SI ആണ്, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസാണ്. വന്നിട്ട് എന്നെ സല്യൂട്ട് ചെയ്തു. അന്ന് ഞാൻ കമ്മീഷനാണ്. സല്യൂട്ട് ചെയ്തിട്ട് കയ്യെ താത്തിട്ട് പറഞ്ഞു, അസ്സലാമു അലൈക്കും, സുഖല്ലേ ചോദിച്ചു. ഞാൻ സക്കാഫിയാണ് പറഞ്ഞു. സക്കാഫിയാണോ? അതെ. അപ്പൊ സക്കാഫിയല്ലേ SI ആയി. ഇപ്പൊ അടുത്ത് ഞാൻ കണ്ടത് മജിസ്ട്രേറ്റിന്റെ പദവികൾ വരെ നമ്മുടെ സക്കാഫികൾ എത്തപ്പെട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ഉസ്താദുമാർക്ക് എവിടം വരെ എത്താം? ഒരു ഉസ്താദിന് ഏതൊക്കെ മേഖലകൾ കയറിപ്പിടിക്കാൻ എന്ന് കൃത്യമായി അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പഠിപ്പിച്ച് നമ്മളെ എത്തിച്ചു തന്ന നവോത്ഥാന നായകനാണ് ശൈഖുന AP ഉസ്താദ്.